ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സിപിഎമ്മിനെയും തന്ത്രി കുടുംബത്തെയും സമ്മർദ്ദത്തിലാക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എ പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രനും തന്ത്രിക്കും മുൻപേ ബന്ധമെന്നാണ് പത്മകുമാർ SITക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് പത്മകുമാർ. എന്നാൽ ബന്ധം തെളിയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് SIT ഉള്ളത്. എന്താണ് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. അതായത് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയിൽ തനിക്കൊരു പങ്കുമില്ല എന്നുള്ളതാണ്. പത്മകുമാറിന് നേരിട്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അതാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതായത് ശബരിമലയിലെ ഈ വസ്തുക്കൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് എല്ലാവരും അറിഞ്ഞാണ്. ശബരിമലയിലെ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ്. അല്ലാതെ താൻ സ്വയം ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനം അല്ല എന്നുള്ളതാണ് പത്മകുമാറിന്റെ മൊഴി. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക്, ദേവസ്വം ബോർഡിന്, തന്ത്രിക്ക്, മന്ത്രിക്ക് ഇവർക്കെല്ലാവർക്കും അറിവുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കുന്ന കാര്യം എന്നുള്ളതാണ് പത്മകുമാർ പറയുന്നത്. അതായത് പത്മകുമാർ ഒറ്റയ്ക്കെടുത്തൊരു ഡിസിഷൻ അല്ല. എന്നാൽ ശരി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തു വിടാം എന്നുള്ളതാണ് പത്മകുമാറിന്റെ മൊഴി. എല്ലാവർക്കും അറിയാമെന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്ന മൊഴി. ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ലെന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുമാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഉദ്യോഗസ്ഥരുടെ അറിഞ്ഞ്, തന്ത്രി അറിഞ്ഞ്, മന്ത്രി അറിഞ്ഞെടുത്ത തീരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് പത്മകുമാർ പറയുന്നത്. അതോടൊപ്പം തന്ത്രി കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കുന്ന ചില മൊഴികൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് അത് തന്ത്രി കുടുംബം വഴി എന്നുള്ളതാണ് പത്മകുമാർ പറയുന്ന കാര്യം. അങ്ങനെ തന്ത്രി കുടുംബത്തിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഇപ്പോൾ പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് പരിചയപ്പെടുത്തിയത് തന്ത്രിയാണെന്നും പത്മകുമാർ പറയുന്നു. അതായത് പത്മകുമാറും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന് കാരണം തന്നെ തന്ത്രിയാണെന്നാണ് ഇപ്പോൾ പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത് അടുത്ത മാസം 3-ാം തീയതിയാണ്. അപ്പോൾ എന്തൊക്കെ കണ്ടെത്തിയ അന്വേഷണ സംഘം ഈ മൊഴികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന്, തെളിവുകളിൽ നിന്ന് ആരൊക്കെ കുറ്റക്കാരാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് വിശദമായി തന്നെ അറിയാൻ കഴിയും.